അതെ, RSS ഒരു സാംസ്കാരിക സംഘടനയാണെന്ന് വിളിച്ചു പറഞ്ഞ ഒരാളെ പറ്റി നിങ്ങൾ കേട്ടുണ്ടോ? എന്നാ കേട്ടോളി. മുസ്ലിം ലീഗ് നേതാവും നിലവിലെ UDF സ്ഥാനാർത്ഥിയുമായ ഈ വ്യക്തി RSSന്റെ പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. എന്ത് നടപടിയാണ് ഇതിനെതിരെ മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുള്ളത്? ബാലഗോകുലത്തിന്റെ പരിപാടി മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തത് വിവാദമാകുന്നു. RSS നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ട സമദാനിയോട് വിശദീകരണം തേടാൻ ലീഗ് തീരുമാനിച്ചു. താങ്കൾ ഈ പറഞ്ഞത് ശരിയല്ല. വിശദീകരണം ചോദിച്ചു എന്നാണ് ആദ്യം വാർത്തയിൽ പറഞ്ഞത്. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല, തീർച്ചിട്ടില്ല, തേടാൻ പോകുന്നില്ല. UDFക്കാർ അത് പറഞ്ഞു കാണും, പക്ഷെ ജനം മറക്കില്ലല്ലോ. ഇക്കൂട്ടരെയാണോ ഇനിയും നമ്മൾ പാർലമെന്റിലേക്ക് അയക്കേണ്ടത്? ഇനി എങ്ങാനും അദ്ദേഹം ജയിച്ചാൽ അദ്ദേഹം സാംസ്കാരിക സംഘടന എന്ന് പറയുന്ന RSSന്റെ കൂടെ പോയില്ലെന്ന് എന്തുറപ്പാണുള്ളത്? ഇത്തവണ പൊന്നാനി നന്നാവും ഇടതുപക്ഷത്തോടൊപ്പം.